കൊപ്പം പഞ്ചായത്ത് ഭരണം യു.ഡി.എഫിന് നഷ്ടമായി. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് കോൺഗ്രസ് അംഗവും വോട്ട് ചെയ്തതോടെയാണ് എൽ.ഡി.എഫ് ഭരണം നേടിയത്. 7-നെതിരെ 9 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. ബി.ജെ.പി അംഗം വിട്ടുനിന്നു. യു.ഡി.എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസിനെതിരെ CPM-ലെ 8 അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പാസായത്. യു.ഡി.എഫിലെ കോൺഗ്രസ് അംഗം ഷഫീഖ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. ബി.ജെ.പി അനുകൂല നിലപാടാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ കാരണമെന്ന് ഷഫീഖ് പറഞ്ഞു. മുന്നണിയിലെ ചില നേതാക്കന്മാരുടെ, മുഴുവനായിട്ട് ഞാൻ കുറ്റപ്പെടുത്തില്ല, ചില നേതാക്കന്മാരുടെ സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ തന്നെ വ്യക്തിതാൽപര്യങ്ങൾക്കും വേണ്ടി പഞ്ചായത്തിൻ്റെ ഭരണം ദുർവിനിയോഗപ്പെടുത്തുക, അതുപോലെ ഇവിടെ ഉന്നയിച്ച പോലെ തന്നെ അവിശുദ്ധ കൂട്ടുകെട്ട്, BJP-യുമായിട്ടുള്ളൊരു അവിശുദ്ധ കൂട്ടുകെട്ട് പല തവണ നമ്മളതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ഓരോ വിഷയം വരുമ്പോഴും അതിൻ്റെ മുൻഗണന ഈ BJP-യുടെ മെമ്പർക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ അനുഭവപ്പെട്ടതാണ്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ തികച്ചും ഒരു പരിഹാസപരമായിട്ടും അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ ഇറക്കി വിടുന്ന രൂപത്തിൽ വരെ നമ്മൾ അവഗണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാവും എന്നുള്ള മട്ടിൽ വീണ്ടും ഇതേ സംഗതികൾ തന്നെ ആവർത്തിക്കുമ്പോൾ എനിക്കെൻ്റെ വ്യക്തമായൊരു നിലപാട് എടുക്കേണ്ടി വന്നു. അത് ഈ കൊപ്പത്തെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ്. BJP-ആയിട്ടുള്ളൊരു സഖ്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. 7-നെതിരെ 9 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. BJP അംഗം വിട്ടുനിന്നു. അവരുന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. അവർ ഈ പുറത്ത് പറയുമ്പോഴത്തെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. പിന്നെ അവരെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി, കാരണം ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൽ ഇനി ഭരണം നടത്താൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ്. കാരണം എല്ലാവരും നമുക്ക് രാജ്യത്തെ മൊത്തം സ്ഥിതി അറിയാം. ഇവിടെ അവർ തമ്മിലുള്ള കൂട്ടുകക്ഷി നമുക്കറിയാം. അതേസമയം വോട്ടെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയ കോൺഗ്രസ് സംഘത്തിനെതിരെ പ്രതിഷേധവും ഉണ്ടായി. UDF നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. RSSനെ വിടുപണി ചെയ്യുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. RSSുമായിട്ട് RSSന് വിടുപണി ചെയ്യുന്ന ഒരു ഭരണവുമായിട്ടാണ് പ്രസിഡന്റ് മുന്നോട്ട് പോയിരുന്നത്. ഇത് പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടും അത് കൂടുതൽ ദൃഢപ്പെടുത്തി പോവുകയാണ്. ഇത് കൊപ്പത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ്. ഇത് വലിയ ആപത്തുണ്ടാക്കും. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇതിൻ്റെ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം ഈ ഏകാധിപത്യ നിലപാടിനെതിരെ, അതുപോലെ തന്നെ ഈ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ അവിശ്വാസം കൊടുന്നത്. വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് LDF പ്രവർത്തകർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. CCN പട്ടാമ്പി.